Hello dear students, welcome to a new online class. We are discussing the fourth chapter of Plus One Accountancy, a recording of transactions second. We have already learned the preparation of a double column cash book, single column cash book, and the third type of cash book. Cash book is a special journal. Already പഠിച്ച കാര്യമാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. നമുക്ക് മൂന്ന് തരത്തിലുള്ള ക്യാഷ് ബുക്കുകൾ പഠിക്കാനുണ്ട്. സിംഗിൾ കോളം, ഡബിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളവും ഡബിൾ കോളവും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ് you need an idea regarding the preparation of a petty cash book. Petty cash book is prepared under impressed system. Petty cash book is prepared under impressed system. As the name indicates, petty cash book. Petty cash book is a cash book. It's a special book maintained in organization to record small payments. For example, in an organization, several small payments will take place, like payment of auto charges, purchase of stationery items like a pen, pencil, A4 sheet. In this present situation, sometimes an organization may purchase items like mask, sanitizer, etc. For such items that involves a small payment is involved, like 50 rupees or 100 rupees or 70 rupees or 24 rupees. It is not it's not a good practice to record such petty transactions or such small transactions in our main cash book. If we enter all such payments in our main cash book, that will become a difficult task. So generally, in larger sized companies, a special person will be appointed to control all the small payments and small payments like auto fare, sanitizer payment, etc. And such a cashier is called a petty cashier. And at the beginning of a month, the main cashier will give some amount to the petty cashier. നമുക്കറിയാം, ഒരു കമ്പനിയിൽ കുറേ ചെറിയ ചെറിയ പേയ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഓട്ടോയുടെ ചാർജ്, സാനിറ്റൈസർ വാങ്ങാനുള്ള പൈസ, A4 ഷീറ്റ് വാങ്ങാനുള്ള പൈസ, പെന്ന് വാങ്ങാനുള്ള പൈസ, അതൊന്നും മെയിൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണ്ട. അതൊക്കെ നമ്മൾ ഒരു സ്പെഷ്യൽ ബുക്കായിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എഴുതിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആളെ അപ്പോയിന്റ് ചെയ്യുന്നു. അയാളുടെ പേര് പെറ്റി ക്യാഷർ എന്നാണ്. ഈ പെറ്റി ക്യാഷർക്ക് ഒരു മാസത്തിന്റെ ആദ്യം അതായത് ഒരു മാസത്തിന്റെ 1-ാം തീയതി തന്നെ മെയിൻ ക്യാഷർ ഒരു എമൗണ്ട് കൊടുക്കും. ഇന്ന് അവർ 2000 രൂപ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പെറ്റി ക്യാഷർക്ക് കൊടുക്കും. പിന്നീട് ബാക്കിയുള്ള എല്ലാ പേയ്മെന്റ്സും മീറ്റ് ചെയ്യുന്നത് ഈ പെറ്റി ക്യാഷറാണ്. അങ്ങനെ മെയിൻ ക്യാഷർ ഒരു മാസത്തിന്റെ ആദ്യത്തിൽ പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്ന ആ ഒരു ഫിക്സഡ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന്. വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന്. ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന്. എൻ്റെ തിയറി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. Before starting the session, if you are new to this channel, please subscribe the channel and also enable the bell button so that you will receive notification regarding new class. So read the question. Take a piece of paper and write the question. You are asked to prepare a petty cash book. The first item is impressed amount is 1000. Impressed amount is 1000 rupees. Transactions are, write carefully, 2/1/2021 auto fare 55. 2/1/2021 ഓട്ടോ ചാർജ് 55, 3/1/2021 കൊറിയർ ചാർജസ് 40, 4 January 2021 പോസ്റ്റൽ സ്റ്റാമ്പ് 105 105 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിച്ചു. 5/1/2021 ഇറേസർ, പെൻസിൽ എക്സെട്ര 75 rupees. 19/1/2021 ബസ് ഫെയർ 55. 20/1/2021 A4 ഷീറ്റ് 65 65 രൂപ കൊടുത്തിട്ട് A4 ഷീറ്റ് വാങ്ങിച്ചു. 29/1/2021 അൺലോഡിംഗ് ചാർജ് 130. 30/1/2021 സാനിറ്റൈസർ 100. ദീസ് ആർ ദ ഐറ്റംസ് ഗിവൺ. ഞാൻ കുറച്ച് ഐറ്റംസ് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 8 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ ബോർഡ് ചെറുതാണ്, അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാനൊരു 8 ഐറ്റം മാത്രമാണ് എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതായത് പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് നേരത്തെ പഠിച്ച പോലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പോലെയല്ല. ഇതിനും 2 സൈഡ് തന്നെയാണുള്ളത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും.
പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഡേറ്റും പർട്ടിക്കുലേഴ്സും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡേറ്റിനും പർട്ടിക്കുലേഴ്സിനും ഒരു കോമൺ കോളമാണ്. ഡേറ്റിനും ഡെബിറ്റ് സൈഡിനും ക്രെഡിറ്റ് സൈഡിനും വേണ്ടിയിട്ട് ഡേറ്റിനും പർട്ടിക്കുലേഴ്സിനും ഒരു കോമൺ കോളമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് റിസീവ്ഡ് എന്നത് മാത്രമാണ് ഡെബിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളം, ഡെബിറ്റ് സൈഡ്. ബാക്കിയുള്ള ഈ സൈഡ്, ഈ വൗച്ചർ നമ്പർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഈ സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. ഓക്കെ, ക്ലിയർ? നമുക്ക് ഓരോ കോളത്തിൻ്റെയും ഹെഡിങ് നോക്കാം. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് റിസീവ്ഡ്, ഇവിടെ എഴുതേണ്ടത് ഇംപ്രസ്ഡ് എമൗണ്ട് ആണ്. നമുക്ക് കിട്ടിയ ഇംപ്രസ്ഡ് എമൗണ്ട് ആണ്. ഡേറ്റ് കോമൺ ഡേറ്റ് ആണ്. പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസിപ്റ്റ് എഴുതണം, പേയ്മെന്റ് എഴുതണം. നേരത്തെ രണ്ട് സൈഡിൽ എഴുതി, ഇവിടെ ഒരൊറ്റൊരു കോളത്തിൽ റെസിപ്റ്റും പേയ്മെന്റും. വി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചർ നമ്പർ. ഈ ഐറ്റത്തിനൊക്കെ ബില്ലുണ്ടെങ്കിൽ ആ ബില്ലിന്റെ നമ്പർ. എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട്, അതായത് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു വലിയൊരു കോളം കാണാം. അതിന്റെ മുകളിൽ ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്, അനാലിസിസ് ഓഫ് പേയ്മെന്റ്. ഇത് കൃത്യമായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് അവിടെ വരച്ചു വെക്കുക. അതിനുശേഷം ഈ അനാലിസിസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന കോളം നമുക്ക് ആദ്യമേ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ ചോദ്യത്തിനും ഓരോ ടൈപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഫോർമാറ്റിനകത്ത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 5, 6, 7 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ഒന്നും മനസ്സിലാവാത്ത ഐറ്റംസ് ആണെങ്കിൽ ലാസ്റ്റ് മിസലേനിയസ് പലവക എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അതിനകത്തേക്ക് കൊണ്ട് പോസ്റ്റ് ചെയ്യാം. ഇനി എക്സാമിന് ഈ ഒരു ചെറിയൊരു ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലും വലിയ കുഴപ്പമില്ല. ബാലൻസിങ് ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത്. ഇവിടെ ബാലൻസിങ്ങും കുറച്ചധികം പഠിക്കാനുണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. ഇംപ്രസ്ഡ് എമൗണ്ട് റിസീവ്ഡ്. ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The amount given by the main cashier to the petty cashier at the beginning of a month to meet petty expenses. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതിന്റെ ജേർണൽ എൻട്രി. വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? When the petty cashier receives impressed amount from the main cashier, the entry is petty cash account debtor to cash account. അല്ലേ? petty cash account debtor to cash account. Reason? petty cash increases, main cash decreases. അതാണ് റീസൺ. petty cash increases, cash in hand decreases. ഇവിടെ petty cash account debtor to cash account ആണ് എൻട്രി വരുന്നത്. ഇതിൽ ഏത് ഐറ്റം ആണ് ഇതിനകത്തേക്ക് വരേണ്ടത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പെറ്റി ക്യാഷ് ബുക്ക് ആണ്. പെറ്റി ക്യാഷ് ബുക്കിനകത്ത് ഒരിക്കലും പർട്ടിക്കുലേഴ്സിനകത്ത് പെറ്റി ക്യാഷ് വരാൻ പാടില്ല. പകരം അതിന്റെ ഓപ്പോസിറ്റ് ആരുണ്ടോ ആ ഐറ്റം ആണ് ഇതിനകത്തേക്ക് വരേണ്ടത്. അപ്പൊ ടു ക്യാഷ് ആണ്. ടു ക്യാഷ്. അപ്പൊ ഇവിടെ ടു ക്യാഷ്. ശരിക്കും എൻ്റെ കൂടെ എഴുതിയിട്ട് തന്നെ പഠിക്കുക. ഇത് വളരെ ഈസിയാണ്, പക്ഷേ ഈ ഒരു ലോജിക്ക് കിട്ടിയാൽ കുറച്ച് പ്രയാസമാണ്. ടു ക്യാഷ്. എമൗണ്ട് എത്രയാ? 1000. എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതുവോ ക്രെഡിറ്റ് സൈഡിൽ എഴുതുവോ? എവിടെ എഴുതും? വേർ യു വിൽ റൈറ്റ് ദിസ് എമൗണ്ട്? ഇൻ ഡെബിറ്റ് സൈഡ് ഓർ ഇൻ ക്രെഡിറ്റ് സൈഡ്? ഇവിടെ നോക്കുക. ടു ക്യാഷ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റിന്റെ കൂടെ എപ്പോഴും ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെയാണ് ഡെബിറ്റ്, അവിടെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ ക്രെഡിറ്റിന്റെ കൂടെ എപ്പോഴും ഒരു ഡെബിറ്റും ഉണ്ട്, ബൈയും ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ഡെബിറ്റിനും ക്രെഡിറ്റിനും, അതായത് പർട്ടിക്കുലർ റെസിപ്റ്റിനും പേയ്മെന്റിനും ഒരൊറ്റ കോളേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്? ടു ക്യാഷ് എന്ന് പറയുന്നത് പെറ്റി ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റ് ആണ്. അപ്പം ആ എമൗണ്ട് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതാ ഡേറ്റ് എഴുതുക 1/1/2021 ഡെബിറ്റ് സൈഡിൽ 1000 എന്നെഴുതുക. ഓക്കെ, ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയത്? എൻട്രി പെറ്റി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്.
ടു ക്യാഷ് ഡെബിറ്റ് സൈഡിൽ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഐറ്റംസ് നോക്കുക. അടുത്ത ഐറ്റങ്ങൾ നോക്കുക. 2/1/2020. ഇനി നമുക്ക് ഡേറ്റും കിട്ടുവെക്കാം. ഞാൻ കുറച്ച് ചെറിയ രീതിയിലാണ് എഴുതുന്നത്, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. 2/1/2021. 2/1/2021. വാട്ട് ഈസ് ദ ട്രാൻസാക്ഷൻ? ഓട്ടോ ഫെയർ 55. ഓട്ടോ ഫെയർ 55. അപ്പോൾ എൻട്രി വരിക. ഇതിൻ്റെ എൻട്രി എന്താ? ഓട്ടോ ഫെയർ പെയ്ഡ്, ഓട്ടോ ചാർജ് പെയ്ഡ്. എൻട്രി വരിക ഇതാണ്. ഓട്ടോ ഫെയർ ഈസ് എൻ എക്സ്പെൻസ്. ഓട്ടോ ഫെയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓട്ടോ ഫെയർ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഓട്ടോ ഫെയർ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസസ് ടു. എന്താണ്? ക്യാഷ് ആണോ പെറ്റി ക്യാഷ് ആണോ? ഏതിൽ നിന്നാണ് ക്യാഷ് കുറയുന്നത്? പെറ്റി ക്യാഷ് എന്നാണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഓട്ടോ ഫെയർ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഇത് ഒന്നിനെ പറഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഓട്ടോ ഫെയർ ഡെബിറ്റിലും പെറ്റി ക്യാഷ് ക്രെഡിറ്റിലുമാണ്. ഇതിനകത്ത് ഏത് ഐറ്റം ആണ് പെർട്ടിക്കുലേഴ്സിനകത്തേക്ക് വരേണ്ടത്? പെറ്റി ക്യാഷ് ബുക്കിന്റെ ഉള്ളിൽ പെറ്റി ക്യാഷ് വരില്ല. അതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ട്? ഓട്ടോ ഫെയർ. അത് ഡെബിറ്റ് ആണ്. അപ്പോൾ ബൈ ഓട്ടോ ഫെയർ, ഓട്ടോ ചാർജ്, ബൈ ഓട്ടോ ഫെയർ. ബൈ ഓട്ടോ ഫെയർ എമൗണ്ട് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ അതേപോലെ നമ്മൾ എടുത്തെഴുതി. ഇതാ ബൈ ഉണ്ട് ഇവിടെ, ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്, അതിന്റെ കൂടെ പർട്ടിക്കുലേഴ്സിൽ ഡെബിറ്റ്. ബൈ ഓട്ടോ ഫെയർ. ബില്ല് നമ്പർ ഒന്നും തന്നിട്ടില്ല നമുക്ക്, അവിടെ ഒരു ലൈൻ അങ്ങ് വരക്കുക. ബിൽ നമ്പർ ഒന്നും തന്നിട്ടില്ല. എമൗണ്ട് എത്രയാ? 55. 55 രൂപ. ഇനി നമ്മൾ ആദ്യം ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കണം. ഓട്ടോ ഫെയർ അതൊരു ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. കൊറിയർ ചാർജ് അതൊരു പോസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോസ്റ്റൽ സ്റ്റാമ്പ് അതും പോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറേസർ പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി ഐറ്റം ആണ്. നമ്മുടെ പെൻസിലും റബ്ബറൊക്കെ സ്റ്റേഷനറി ആണ്. ബസ് ഫെയർ ട്രാൻസ്പോർട്ടേഷൻ കൺവെയൻസ് എക്സ്പെൻസ് ആണ്. അതുപോലെ A4 ഷീറ്റ് സ്റ്റേഷനറി ആണ്. അൺലോഡിംഗ് ചാർജ് അത് സ്റ്റേഷനറിയോ പോസ്റ്റലോ ഒന്നല്ല, അത് നമുക്കൊരു മിസലേനിയസിൽ പെടുത്താം, അതേഴ്സിൽ പെടുത്താം. സാനിറ്റൈസർ ഇവിടെ ഒറ്റ ഐറ്റം തന്നിട്ടുള്ളൂ, ഇതേപോലത്തെ കുറേ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാമായിരുന്നു. അപ്പോൾ അതിനെയും കൊണ്ടോട്ട് മിസലേനിയസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓട്ടോ ഫെയർ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓട്ടോ ഫെയറിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വലിയ കോളം കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ എപ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലാതെ ചോദ്യത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല. അപ്പം ഓട്ടോ ഫെയർ അതുപോലെ ബസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഫെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. കൺവെയൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഒന്നും എഴുതാം, കുറച്ച് ചെറിയ രീതിയിൽ എഴുതുന്നത്. കൺവെയൻസ് എന്നാണ് സാധാരണ നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്. ആ 55 രൂപ ഈ കൺവെയൻസ് എന്ന മെയിൻ ഗ്രൂപ്പിലേക്ക് റീറൈറ്റ് ചെയ്യാം. കൺവെയൻസ് എന്ന മെയിൻ ഗ്രൂപ്പിലേക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ എൻട്രി, ഈ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ 2 തരത്തിൽ പോസ്റ്റ് ചെയ്യണം. ഒന്ന് എമൗണ്ട് പെയ്ഡിലും എഴുതണം, ഒന്ന് ആ ഗ്രൂപ്പിനകത്തും എഴുതണം. ക്ലിയർ? നെക്സ്റ്റ് 3/1/2021. ആദ്യം ഗ്രൂപ്പിംഗ് ഒക്കെ സെക്കൻഡ് ആണ്, ഐറ്റം നമുക്ക് നേരിട്ട് എഴുതാം. 3/1/2021 ബൈ എന്താ എൻട്രി എന്താ വരിക? കൊറിയർ ചാർജസ് എൻട്രി വരുന്നത്. ഇനി ഇവിടെ ഈ മുകളിലത്തെ ഐറ്റം മാറ്റാം. ഓട്ടോ ഫെയർ ടു പെറ്റി ക്യാഷ്, കൊറിയർ ചാർജസ് ടു പെറ്റി ക്യാഷ്, A4 ഷീറ്റ് അക്കൗണ്ട് ടു പെറ്റി ക്യാഷ്, ഇങ്ങനെ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിലാണ് വരിക. അപ്പൊ ഇനി താഴേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും എൻട്രി വെച്ചിട്ടൊന്നും പറയണ്ട. എന്താണ്? ബൈ കൊറിയർ ചാർജസ്, ബൈ കൊറിയർ ചാർജസ്. ബിൽ നമ്പർ ഒന്നും തന്നിട്ടില്ല, ഒരു ഹൈഫൺ ഇടുക. എമൗണ്ട് വന്നിരിക്കുന്നത് 40 rupees ആണ്, 40 രൂപയാണ്. എമൗണ്ട് വന്നിരിക്കുന്നത് 40 രൂപയാണ്. അപ്പൊ അതിന് ഈ കൊറിയർ, പോസ്റ്റല് ഇതിനൊക്കെ കൂടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിന്റെ പേര് ഇതാണ്, പോസ്റ്റേജ്. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ടെലിഗ്രാം എന്ന് പറയുന്നൊരു എക്സ്പെൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ടെലിഗ്രാം ഒന്നും ഇല്ല, ചില ക്വസ്റ്റ്യനിൽ വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഈ കൊറിയർ ചാർജസിന് ഞാൻ ഈ 40 രൂപയെ നേരെ പോസ്റ്റേജ് എന്ന ഗ്രൂപ്പിനകത്തെ കൊണ്ടുപോയിട്ട് എഴുതുന്നു. പോസ്റ്റേജിനകത്ത് എഴുതുന്നു 40 രൂപ. ഓക്കെ. നെക്സ്റ്റ് 4/1/2021 ബൈ പോസ്റ്റൽ സ്റ്റാമ്പ്. എൻട്രി വരുന്നത് പോസ്റ്റൽ സ്റ്റാമ്പ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പെറ്റി ക്യാഷ് ബുക്ക് ബൈ പോസ്റ്റൽ സ്റ്റാമ്പ്. ബൈ പോസ്റ്റൽ സ്റ്റാമ്പ്. ഇതാ ഇവിടെ പോസ്റ്റൽ, ഒരു സംശയമില്ല, നമ്മൾ പണ്ട് പഠിച്ച അതേ ലോജിക്ക്. പോസ്റ്റൽ സ്റ്റാമ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പെറ്റി ക്യാഷ് ബുക്ക്, ക്രെഡിറ്റിൽ പെറ്റി ക്യാഷ് ബുക്ക്, അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ? ബൈ പോസ്റ്റൽ സ്റ്റാമ്പ്. ബിൽ നമ്പർ ഒന്നും തന്നിട്ടില്ല. എമൗണ്ട് വരുന്നത് 105 രൂപയാണ്. 105 ആണ്, 105 രൂപയാണ് സ്റ്റാമ്പിന്റെ എമൗണ്ട് വരുന്നത്. ആ പോസ്റ്റൽ സ്റ്റാമ്പിനെ നമുക്ക് എവിടെ, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? പോസ്റ്റൽ സ്റ്റാമ്പ് ഇറ്റ് വിൽ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്താണ്. അപ്പം ഈ 105 എന്ത് ചെയ്യുക? പോസ്റ്റേജിൽ രണ്ടാമത്തെ ഐറ്റം ആയിട്ട് എഴുതുക. പോസ്റ്റേജ് എന്ന് പറഞ്ഞതിൽ രണ്ടാമത്തെ ഐറ്റം ആയിട്ട് ഇത് എഴുതുക. നെക്സ്റ്റ് 5/1/2021 5/1/2021 5/1/2021 ബൈ, ബാക്കിയൊക്കെ എക്സ്പെൻസ് ആണ്. ഇറേസർ പെൻസിൽ, ഇറേസർ പെൻസിൽ എക്സെട്ര. ബിൽ നമ്പർ ഇല്ല, ഒരു ഹൈഫൺ ഇടുക. എമൗണ്ട് വരുന്നത് 75 റുപ്പീസ് ആണ്, 75 രൂപയാണ്. എമൗണ്ട് വരുന്നത് 75 രൂപയാണ്. അപ്പൊ ഈ ഇറേസർ പെൻസിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേഷനറി എന്നൊരു ഗ്രൂപ്പ്. സ്റ്റേഷനറി എന്നൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേഷനറി എന്നൊരു ഗ്രൂപ്പ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ നേരെ ഈ 75ന്റെ നേരെ സ്റ്റേഷനറി എന്ന ഗ്രൂപ്പിനകത്ത് 75 എന്ന് എഴുതുന്നു. 75 എന്ന് എഴുതുന്നു. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതും പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് 19/1/2021 19/1/2021 19/1/2021 ബൈ ബസ് ഫെയർ ആണ്. ബസ് ഫെയർ അക്കൗണ്ട് ടു പെറ്റി ക്യാഷ് ബുക്ക് ബൈ. ഇവിടെ ബൈ ഇൻ ടു ഒന്നും നിർബന്ധമില്ല കേട്ടോ. ഏറ്റവും മുകളിൽ ക്യാഷ് ആയിരിക്കും, ബാക്കിയൊക്കെ എക്സ്പെൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യത്തതിൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ. ബൈ 19 ബൈ ബസ് ഫെയർ. ബസ്സിന്റെ ചാർജ്, ക്ലർക്ക് ഇവിടുന്ന് ഇവിടത്തേക്കോ പോയിട്ടുണ്ട്, ആ ബസ്സിന്റെ ചാർജ്. ബിൽ നമ്പർ ഒന്നുമില്ല. എമൗണ്ട് വരുന്നത് 55 ആണ്. എമൗണ്ട് വരുന്നത് 55 ആണ്. ആ 55 നമ്മൾ എവിടെ എഴുതണ്ടേ? കൺവെൻസിലാണോ, പോസ്റ്റേജിലാണോ, സ്റ്റേഷനറിയിലാണോ? ഈ ബസ് ഫെയർ എന്ന് പറഞ്ഞത് അത് ഏത് ഗ്രൂപ്പാണ്? ട്രാൻസ്പോർട്ടേഷൻ ആണ്, കൺവെയൻസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കൺവെയൻസ്, യാത്രയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ 85ന് കൺവെയൻസ് എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. കൺവെയൻസ് എന്ന് കൊടുക്കാം, ട്രാൻസ്പോർട്ട് എന്ന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. സാധാരണ കൺവെയൻസ് എന്ന് കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് 20/1/2021 20/1/2021 ബൈ A4 ഷീറ്റ്. ബിസിനസ്സിലേക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് A4 ഷീറ്റ് വാങ്ങിച്ചു. ബിൽ നമ്പർ ഒന്നുമില്ല. ബിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക. സാധാരണ ഉണ്ടാവാറില്ല, ഒരു ലൈൻ വരച്ചു വെച്ചാൽ മതി. 65 65 രൂപ. A4 ഷീറ്റ് 65 രൂപ. ഈ 65 രൂപ ഇത് ഏത് ഗ്രൂപ്പിലാ? കൺവെയൻസ് ആണോ, യാത്രയാണോ? അല്ല. പോസ്റ്റേജ് ആണോ? അല്ല. സ്റ്റേഷനറി ആണ്. A4 ഷീറ്റ് എന്ന് പറയാൻ നമുക്കറിയാം അതൊരു സ്റ്റേഷനറി ഐറ്റം ആണ്. അപ്പോൾ ഈ 65 നിങ്ങൾ എഴുതേണ്ടത് എവിടെയാണ്? സ്റ്റേഷനറി എന്ന ഗ്രൂപ്പിലാണ്. 65 എന്ന് എഴുതുക. ക്ലിയർ? നെക്സ്റ്റ് 29/1/2021 29/1/2021 ബൈ അൺലോഡിംഗ് ചാർജ്. എന്തോ ഒരു സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നിന്. അപ്പോൾ ലോഡിംഗ് തൊഴിലാളികൾ വന്നിട്ട് അത് ഇറക്കി തന്നിട്ട്, ഒരാൾ വന്നിട്ട് ഇറക്കി തന്നിട്ടുണ്ട്. എത്രയാണ് കൊടുത്തേ? 130 രൂപ. അപ്പം എമൗണ്ട് പെയ്ഡിൽ ഒരു സംശയമില്ല, നേരിട്ട് നമുക്ക് എഴുതാം. 130 എന്ന് എഴുതി, 130 എന്ന് എഴുതി. ഈ അൺലോഡിംഗ് ചാർജും സാനിറ്റൈസറും രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത്. ഇപ്പൊ ഇതൊക്കെ ഇടക്കിടക്കൊക്കെ ചിലപ്പോൾ നമുക്കൊരു ബന്ധമില്ലാത്ത ചില ഐറ്റംസ് തരും. ഇത് കൺവെയൻസ് അല്ല, പോസ്റ്റേജ് അല്ല, സ്റ്റേഷനറി അല്ല, അങ്ങനെ ഏതിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഐറ്റംസിനെ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കോളം കൊടുക്കാം. മിസലേനിയസ്, പലവക, അല്ലറ ചില്ലറ എന്നൊക്കെ പറയാറില്ല, പലവക ചിലവുകൾ, മറ്റുള്ള അതർ എക്സ്പെൻസസ് എന്നുള്ളതിന് മിസലേനിയസ് എന്നുള്ളൊരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യും.
മിസലേനിയസ് എന്നുള്ളൊരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 130 രൂപ ഈ 130 നേരെ മിസലേനിയസ് കോളത്തിനകത്ത് എഴുതുക. മിസലേനിയസ് കോളത്തിനകത്ത് എഴുതുക. ക്ലിയർ. നെക്സ്റ്റ് 30/1/2021 സാനിറ്റൈസർ. പണ്ടൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ ഓഫീസ് സാനിറ്റൈസേഷൻ എന്നാണ് തരാറുള്ളത്. ഇപ്പോൾ ഓൾറെഡി സാനിറ്റൈസർ, അപ്പോഴും നമ്മൾ ചില കുട്ടികളൊക്കെ എന്താ പക്ഷേ ഓഫീസ് സാനിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാറുണ്ട്. ഇപ്പോൾ അതൊന്നും പറയണ്ട, കൊറോണ വന്നതിന് ശേഷം സാനിറ്റൈസർ എല്ലാ ഓഫീസിലും സാനിറ്റൈസർ വേണം. അപ്പോൾ ഒരു 100 രൂപയുടെ സാനിറ്റൈസർ വാങ്ങിച്ചിട്ടുണ്ട്. ബൈ സാനിറ്റൈസർ, ബിൽ നമ്പർ ഒന്നുമില്ല, ഒരു ഹൈഫൺ ഇടുക. എമൗണ്ട് വരുന്നത് 100 ആണ്. എമൗണ്ട് വരുന്നത് 100 ആണ്. അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഓഫീസ് എക്സ്പെൻസ് ഇല്ല, കാരണം ഒറ്റ ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ ഓഫീസ് എക്സ്പെൻസ് പോലുള്ളത്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് കുറേ ഉണ്ടെങ്കിൽ ഓഫീസ് എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതൊന്നും തരാത്തത് കൊണ്ട് നമുക്ക് ഈ സാനിറ്റൈസറിനെ എവിടെ ഇടാം, മിസലേനിയസിൽ ഇടാം, പല വകയിൽ കൊണ്ടുപോയിട്ടിടാം. നേരെ ഈ 100 നേരെ ഇങ്ങോട്ടേക്ക് പോവുക, ഇവിടെ 100 എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ പോസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയുള്ള കാര്യമാണ് പല കുട്ടികൾക്കും സംശയം ഉണ്ടാവുക, ബാലൻസിങ്. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളൊരു കാര്യം. ഇതിനെ ബാലൻസ് ചെയ്യുക വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊക്കെ ഒരു പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡ് മറന്നുപോകും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് മറന്നുപോകും. ഈ സൈഡ് മറക്കാൻ പാടില്ല. ഡെബിറ്റ് സൈഡിൽ ഒരു 1000 ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യുക? സാധാരണ അതേ ലോജിക് തന്നെയാണ്. 2 സൈഡും നോക്കുക, ഏത് സൈഡായിരിക്കും അധികം എന്ന് നോക്കുക. നമുക്കറിയാം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡാണ് എപ്പോഴും അധികം, കാരണം നമ്മുടെ കയ്യിലുള്ള പണം മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പം ഈ 1000 രൂപയിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. ഇത് 1000 വരെ പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റൂ. 1050, 1100 രൂപ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ആകെ 1000 രൂപയുള്ളൂ. അപ്പൊ എപ്പോഴും പെറ്റി ക്യാഷ് ബുക്കിന്റെയും ഡെബിറ്റ് ക്യാഷ് സിംഗിൾ കോളം, അതായത് ക്യാഷ് കോളം അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും അധികം, നോ ഡൗട്ട്. കാരണം കയ്യിലുള്ള പണം മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ നേരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ലിസൺ കെയർഫുള്ളി. ഇവിടെ 1000 എന്നുള്ളത് നേരെ താഴെ എഴുതുക. ഇവിടെ താഴെ ലൈൻ കൊടുക്കണം. ഇവിടെയാണ് ലൈൻ വരക്കേണ്ടത്. കാണാലോ? യെസ്. ഈ 1000 എന്നത് നേരെ ഇവിടെ താഴെ എഴുതുക. 1000 എന്ന് ഇവിടെയാണ് ടോട്ടൽ കോളം കൊടുക്കേണ്ടത്. ഈ എമൗണ്ട് റിസീവ്ഡിന്റെ നേരെ താഴെ ടോട്ടൽ കോളം കൊടുത്തിട്ട് അതിനകത്ത് 1000 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 1000-ന് ഈ 1000-നെ ഇത് ഇവിടെ എമൗണ്ട് കോളം ടോട്ടൽ കോളം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഈ ഐറ്റംസിനെ ടോട്ടൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം നമ്മൾ കൊടുക്കണം. അതിന്റെ താഴെയാണ് മെയിൻ ടോട്ടൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ ഈ 1000 റുപ്പീസ് എന്ത് ചെയ്യുക, ഇവിടത്തേക്ക് റീറൈറ്റ് ചെയ്യുക. ഈ 1000 റുപ്പീസിനെ എവിടത്തേക്ക് റീറൈറ്റ് ചെയ്യുക, ഈ സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി എങ്ങനെ ബാലൻസ് ചെയ്യും? ഇപ്പൊ ജസ്റ്റ് നമ്മൾ ടോട്ടൽ എഴുതിയതേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ കോളവും ടോട്ടൽ ചെയ്യുക. ഇപ്പം ഇവിടെ 55, 40, 105, 75, 55, 65, 130, 100 ഇതിന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 625. 625 625 രൂപയാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് പെയ്ഡ്. അതായത് ഇതൊക്കെ കൂട്ടിയത് 55 + 40, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടാക്കേണ്ട ആവശ്യമുള്ളൂ. 55, 40, 105, 75, 55, 65, 130, 100 ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 625 എന്നതാണ്. 625 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. ക്ലിയർ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഓരോ കോളത്തിനെയും ടോട്ടൽ ചെയ്യണം. ഇവിടെ കാണുന്ന ഓരോ ഗ്രൂപ്പില്ലേ, അതിനെയൊക്കെ ടോട്ടൽ ചെയ്യണം. നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. 55 + 55 110,
105 പ്ലസ് 45 145 65 പ്ലസ് 75 140 140 130 പ്ലസ് 100 230. ഇതിനെ കൂടി ഒന്ന് ടോട്ടൽ ചെയ്യുക. അപ്പം ഈ ടോട്ടലും ഈക്വൽ ആയിരിക്കണം. ഇങ്ങോട്ടേക്ക് കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 625 ആയിരിക്കണം. കാരണം ഇതിനെ നമ്മൾ ഗ്രൂപ്പാക്കി എഴുതിയതാണ്. ക്ലിയർ? അപ്പോൾ 230 പ്ലസ് 140 പ്ലസ് 145 പ്ലസ് 110 ഗിവ്സ് 625. 625 നമുക്ക് കിട്ടുക. ഓക്കെ, ബാലൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ 1000 രൂപ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നു. 625 രൂപ നമ്മൾ ജനുവരി മാസം സ്പെൻഡ് ചെയ്തു. ബാലൻസ് എത്രയാ? എങ്ങനെയാ ബാലൻസ് കണ്ടുപിടിക്കുക? 1000 മൈനസ് 625. 1000 മൈനസ് 625 അവ വരുന്നത് 375 ആണ്. ഇവിടെയാണ് നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കേണ്ടത്. 375. അപ്പം ഈ 625 എന്ന് പറഞ്ഞത് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ആണ്. 375 രൂപയാണ് ഇവിടെ ബാലൻസ്. 375 ആണ് ബാലൻസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇതാ ഇവിടെ ഈ 375 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ജനുവരി മാസത്തിന്റെ അവസാനം നമ്മുടെ കയ്യിൽ 375 രൂപയുണ്ട്. ആ 375 രൂപ പെറ്റി ക്യാഷർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് ഫെബ്രുവരി മാസത്തിൽ യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്തിട്ട് വെക്കണം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോവുക. അപ്പൊ ഇവിടെ ഡേറ്റ് എഴുതാം. 1/2/2021 കാണാലോ. 1/2/2021 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഈ ബാലൻസിനെ ബ്രോ ഡൗൺ ചെയ്യണം. ഈ ബാലൻസിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് എഴുതേണ്ടത് എവിടെയാ? ക്രെഡിറ്റ് സൈഡിലാണോ ഡെബിറ്റ് സൈഡിലാണോ? ഡെബിറ്റ് സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ എമൗണ്ട് എഴുതുക. അതായത് ഈ പൈസ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ യൂസ് ചെയ്യാം. എത്രയാണ് ബാലൻസ് ഉള്ളത്? 375. 375. ഇനി എന്ത് ചെയ്യണം? ഇംപ്രസ്ഡ് എമൗണ്ട് ആയോ? ഇല്ല. ഇനി 1-ാം തീയതി തന്നെ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് പൈസ കൊടുക്കണം. എത്ര കൊടുക്കണം? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇംപ്രസ്ഡ് എമൗണ്ട് ഈസ് 1000. 1000 ആണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ കൊടുക്കണോ? 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെറ്റി ക്യാഷറുടെ കയ്യിൽ ഫെബ്രുവരി മാസത്തിൽ 1375 രൂപ ഉണ്ടാവും. അത് വേണ്ട. മെയിൻ ക്യാഷർ ഫെബ്രുവരി മാസത്തിൽ പെറ്റി ക്യാഷർക്ക് എത്ര മാത്രം കൊടുത്താൽ മതി? 625 രൂപ മാത്രം കൊടുത്താൽ മതി. കാരണം 625 രൂപ ക്യാഷ് കൊടുക്കുന്നു, കൂടാതെ കഴിഞ്ഞ മാസത്തെ ബാക്കി 375, അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയായി. അപ്പോൾ 1-ാം തീയതി പെറ്റി ക്യാഷറുടെ കയ്യിൽ മെയിൻ ക്യാഷർ 625 രൂപ കൊടുക്കുന്നു. ടു ക്യാഷ്. ദാ ഫസ്റ്റ് എഴുതി അതേ ഐറ്റം. ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിൽ. ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിൽ 625. 625. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം വന്നു. ബാലൻസിങ് ഫിഗർ നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. അതുപോലെ ക്യാഷ് മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് കൊടുത്ത 625 രൂപ ക്യാഷ് കൂടെ വന്നു. ക്ലിയർ? അപ്പോൾ ഇത്ര ചെയ്തു വെച്ചാലാണ് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുക. ഇതുകൂടെ ഈ ചോദ്യത്തിന്റെ ഭാഗമാണ്. ഇതിൽ വരുന്ന ഇതിന്റെ ലോജിക്കിൽ തന്നെ വരുന്നതിന്റെ ഇതിന്റെ ഐഡിയ തന്നെ വരുന്നതാണ്. അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കൂടെ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. അപ്പോൾ വളരെ എളുപ്പമല്ലേ? ഇറ്റ്സ് വെരി ഈസി. ഞാനിപ്പം ഒരു 8 ട്രാൻസാക്ഷൻസ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഒരു 16 ട്രാൻസാക്ഷൻസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഗ്രൂപ്പ് ആക്കുക. 2 സൈഡിലും ടോട്ടൽ ചെയ്യുക. ഈ എമൗണ്ട് പെയ്ഡ് കോളം 625 ആണെങ്കിൽ
ഈ ഓരോ ഐറ്റം വൈസ് ടോട്ടലും 625 ആയിരിക്കണം. അത് മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ടോട്ടൽ കോളം റീറൈറ്റ് ചെയ്യുക. ഈ 1000-ൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് 625 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. അതിന് ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് എഴുതുക. ആ ബൈ ബാലൻസ് ക്യാരിഡ് ഡൗണിനെ ഫെബ്രുവരി മാസത്തിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ടു ബാലൻസ് ബ്രോ ഡൗൺ. ആ ബാലൻസിങ് ഫിഗർ ബാലൻസ് എമൗണ്ട് ക്യാഷ് കിട്ടുന്നു. ക്യാഷ് കിട്ടുന്ന സമയത്തുള്ള എൻട്രി പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ക്യാഷ് കിട്ടുക 625 രൂപ മാത്രമായിരിക്കും. ക്ലിയർ? അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ പതുക്കെയാണ് ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് ക്ലാസ് കണ്ട് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്